Good. Okay, so thank you very much for letting us come here today. This video will help different partner families, Sega families, because donors will learn about what you do, and because of that, will hopefully support some other families. വളരെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ അനുവാദം തന്നതിനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ തന്നതിനൊക്കെ വളരെ നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഈ ഇന്റർവ്യൂ അവിടെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ കൂടുതൽ ആൾക്കാരെ സഹായിക്കാനായിട്ടും കൂടുതൽ പേരിലേക്ക് സഹായം എത്തിക്കാനൊക്കെ ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളൊക്കെ ഉപകാരപ്പെടും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെ വന്ന് കണ്ടതിലും, ഞങ്ങളെ ഇതിലൂടെ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളതിലും. അതുകൊണ്ടും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്കും ചെയ്ത് ഇത് വർക്ക് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ She also is very happy that she is getting help and you came to see her. So she also is saying she is very happy to be here with you. Okay. So can you tell me a little bit of your life before you started in the family development? ഈ ഫാമിലി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് സേവ ഫാമിലി പ്ലാന്റെ സഹായം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? അന്ന് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? അന്ന് ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുമായിരുന്നു. പക്ഷെ ഇത്രയും നമുക്ക് വരുമാനം ഉണ്ടാകത്തില്ല. പിന്നെ എനിക്ക് ഒരു മെഷീൻ എന്നുള്ളത് വേറെ ഒരു എക്സ്ട്രാ 2 മെഷീൻ വാങ്ങിക്കാൻ ഇതുപോലൊരു കടയെടുത്ത് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. Before getting the Save Family Plan's help, he used to stitch using her small machine sitting in her house. But now she got 2 big machines, 2 power machines, and she could stitch many clothes, and she get a good income, and she is very happy because of that. And how long have you been in this shop there? ഇവിടെ ആയിട്ട് ഈ കടയിൽ ഇങ്ങനെ ആയിട്ട് എത്ര കാലമായി? ഇപ്പൊ ഒരു 2 വർഷത്തോളമായിട്ടുണ്ട്. It is 2 years that she become like this. Okay. So what business were you doing before COVID? Was that working in your home? എന്തായിരുന്നു വീട്ടിലടച്ചപ്പോൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വീട്ടില് അതായത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമായിരുന്നു. തയ്ക്കുന്നതിന് മുന്നേ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ്. എന്ത് കമ്പനി? നമ്മളുടെ മോഡി കെയർ. Before starting this stitching business, this tailoring center, she was sending the product of a company called Modi Care. She brings some products and she sells that, but it was not that much profitable. Okay. But now tell me about your business. How many customers you get? What type of things you sell? ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? എന്തുമാത്രം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് ചേച്ചിക്ക്? എന്തുമാത്രം ആൾക്കാരൊക്കെ കടയിൽ വരുന്നുണ്ട്? എന്തുമാത്രമൊക്കെ തയ്ക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ നല്ല രീതിയിൽ കസ്റ്റമർ ഉണ്ട്. ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. മുമ്പത്തേലും ഒക്കെ ഒത്തിരി നല്ലതാണ്. കാരണം ഇത് റോഡിന്റെ അരികിലായതുകൊണ്ട് വീട്ടിൽ വരുന്ന പോലെ അല്ല, ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒത്തിരി ആളുകളുണ്ട് എനിക്ക്. She has many customers, and since this shop is nearby the roadside and in this area, before this she was sitting in her home and stitching using her small machines, but at that time more customers were not coming, but now it is this shop is some more populated area and it is nearby the road, and so many customers are coming and good profit she's getting. പിന്നെ മണിക്കൂർ എനിക്കൊരു 5-6 പേരോളം ഉണ്ട്, 6-7 പേരോളം ഉണ്ട് തയ്യൽ പഠിക്കാൻ വരുന്നത്. She has 6 trainees here to learn the tailoring. And they will come in different times, different time intervals. They will come and learn the tailoring. And so are those students then? Are they paying to learn how to learn the trade? അവര് ഇങ്ങനെ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചേച്ചിക്ക് പേ ചെയ്യുവാണോ, അതോ അവർ ഇവിടെ ഒന്ന് സഹായിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കുവാണോ? അല്ല, ഒരു മാസം ഫീസ് വെച്ചിട്ട്. They pay some fees in every month. Okay. To learn this tailoring. Okay. And so what sort of things are you making? Do you make your own dresses? I know you mentioned you're making mats out of scrap. എന്തൊക്കെ ഉണ്ടാക്കണേ ചേച്ചി? ഡ്രസ് ഈ
ഡ്രസ്സ് തയ്ക്കുന്നത് മാത്രമാണോ അതോ ഇതുപോലെ മാറ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ചേച്ചി? ഇത് വേസ്റ്റ് തുണി കൊണ്ട് അങ്ങനെ മാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പൈസ വരുന്നതനുസരിച്ച് തുണികൾ എടുത്ത് ഇവിടെ വരുന്നവർക്ക് എളുപ്പമാണല്ലോ, എടുത്ത് തയ്ച്ചിട്ട് പോകാൻ പറ്റും. പൈസ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും. She is saying using the used clothes she makes mats and she sells that, and when she gets some extra money she buys some good clothes and she makes good clothing. The raw clothes she buys and making churidars, making blouses, other things, and she sells that also. Okay, so do you pre-make things and sell them, or do people put an order in and tell you what they want? I didn't get you because of noise. Does she just make things and sell them, or people put an order in and she does it? ചേച്ചി അതായത് ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാരൊന്ന് മേടിച്ചോണ്ട് പോവുകയാണോ അത് ചേച്ചി ഇങ്ങനെ ആൾക്കാർ ഓർഡർ വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കി? തുണി എടുത്തിട്ട് ഇപ്പൊ ഇഷ്ടമുള്ളവര് നമ്മളെ കൊണ്ട് തന്നെ തയ്പ്പിക്കും, ചുരിദാറും നൈറ്റിയൊക്കെ. Okay. She will get order from the people and she will make the clothes. And sometimes she buy clothes and keep here, and when the customers comes she will take their measurements and make clothes using that materials and give them. Okay. And has this business made much difference in your income since before you started? ഈ ഒരു ബിസിനസ് ചേച്ചിക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കാൻ ഇടയാക്കിയോ? മുമ്പുണ്ടായിരുന്നതിലും വ്യത്യസ്തമായിട്ട് ഒരു വരുമാനത്തിലേക്ക് വരാനായിട്ട് ഈ ബിസിനസ് കൊണ്ട് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും certainly it is certainly. Okay. And has there been any other benefits other than economically that the program has helped you? ചേച്ചിക്ക് ഈ പൈസയുടെ വരുമാനം അല്ലാതെ നമ്മുടെ ഈ ഫാമിലി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലായിട്ടോ ഈ സമൂഹത്തില് അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വളർച്ച നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൈസയുടെതല്ലാതെ. അതെ. പൈസയുടെതല്ലാതെ എന്ന് പറയുമ്പം ഇങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ മീറ്റിങ്ങുകൾ ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഉണ്ട്. കാരണം മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോഴാണല്ലോ എല്ലാവരുടെയും വിഷമങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി നമ്മളുടെ വിഷമം അവരോട് പങ്കുവെക്കുകയും പിന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇവര് തരുന്ന സഹായം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് തരണം ചെയ്യാനുള്ള ആ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കും. Through this family development program, she gets the opportunity to share her problem in the meetings, in the cluster meetings. She gets the opportunity to share her problems and share everything in the group, and in such a way she gets a growth in a social growth also, so social development also she gets. That is saying, and she could know the problems of others, and by knowing this the problems of others she could get the opportunity to know others and grow. Okay. And tell me about the support you get from your coordinator. ബ്ലസ്സിയിൽ നിന്നൊക്കെ കോർഡിനേറ്റർ ബ്ലസ്സി ആണല്ലോ. ബ്ലസ്സിയിൽ നിന്ന് എങ്ങനെയാണ് നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ബ്ലസ്സി നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, ഇടയ്ക്ക് വിളിക്കും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, നല്ല പറഞ്ഞു തരും. He says Blessy is calling every now then she calls and she instructs and she advises and in such a way Blessy is very helpful to her. She can share everything to her. And what would you say to other families that are wondering about joining the family development program? മറ്റുള്ള ഫാമിലീസിനോടൊക്കെ എന്താ പറയാ, ഇതുപോലെ ഈ നമ്മുടെ ഫാമിലി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ചേരാൻ ആഗ്രഹമുള്ള സാധ്യതയുള്ള മറ്റുള്ള കുടുംബങ്ങളോടൊക്കെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പറയാം, എനിക്ക് കിട്ടുന്ന അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ബ്ലസ്സിയോട് വിളിച്ച് അന്വേഷിക്കും, ബ്ലസ്സിയോട് പറയാറുണ്ട്. എന്നെക്കാളും വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ സമൂഹത്തില്, അങ്ങനെ അവരോട് പറയാറുണ്ട്.
She says there are many people suffering pain more than her, and this program is very useful to them also. And she used to tell such people regarding the family development program. And there are many people who are suffering from many problems, and this is very helpful to. This will be very helpful to them also. This program. Okay. And do you have any further hopes for your business? Does she have any further hopes? Does she hope Yeah. to expand? ചേച്ചിക്ക് ഈ നമ്മുടെ ഈ ബിസിനസ്സുകളിലുള്ള കൂടുതൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇതിനെയും കൂടുതൽ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നു ചിന്തിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകള് എനിക്ക് ഇത് സങ്കല്പങ്ങളുണ്ടോ? നല്ലൊരു ഇച്ചിരി കൂടെ നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിന്റെ സൈഡായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. സാമ്പത്തികം മോശം. She would like to start. She would like to make this business more established, and she would like to start some more business along with this. But the financial problem is the barrier. That is it. ഇപ്പം കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ വിട്ടത് കൊണ്ട് കൊച്ചിനെ എവിടെ പഠിപ്പിക്കാൻ ചേച്ചി? കൊച്ച് മൈസൂർ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അപ്പം പിന്നെ അവള് പുറത്ത് പോകാനായിട്ട് നോക്കിയപ്പോഴൊക്കെ എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസയൊക്കെ ഇങ്ങനെ പോയി. എത്ര മക്കളെ ചേച്ചിക്കുള്ളേ? എനിക്ക് രണ്ട് പെൺകുട്ടികൾ. ഇളയാള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവള് നേഴ്സിങ്ങിനായിരുന്നു പുള്ളിക്ക് താല്പര്യം. അപ്പൊ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് പോകാനായിരുന്നു ഇരുന്നത്. അപ്പൊ അവര് എല്ലാം റെഡിയായി ഭാഷ പഠിച്ച് ഇപ്പൊ B2 അവിടെ പോയി എഴുതാന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞു വെച്ചത്. 5.5 ലക്ഷം രൂപ പറഞ്ഞിരുന്നു. പിന്നെ അവര് പെട്ടെന്ന് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോ അവര് 8.5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുവന്ന പൈസ പോയാ? എത്ര രൂപ? എത്ര ലക്ഷം കൊടുത്തു? 70,000 അവിടെ കൊടുത്തു. പിന്നെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു 1.5 ലക്ഷം രൂപയോളം ജർമ്മൻ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഞാൻ ആകെ ഇപ്പൊ ഇച്ചിരി വെട്ടിരിക്കുന്നു. She is saying her she has 2 children, and elder one has studied German, and she spent some money to some agents who are making this the study abroad service agents. She gave some money to them, but they didn't do the procedures well. So her elder child could not go to Germany, and she lost a good amount of money to learn to teach German to her and to this agent. That agent deceived her, so she lost some money, and so she is in some financial trouble. That is the And she has 2 children, she said. One is now the elder one, after stopping this German dream, she is nursing. She is studying nursing in Mysore. In Mysore, she is studying nursing. And you have another child? മറ്റേ കുട്ടി ഏതാ പഠിക്കുന്നത്? 10ാം ക്ലാസ്. The other child is studying at 10th standard. Means 15 years old. And what does she want to be? എന്താകാൻ ആഗ്രഹിക്കുന്ന അവള്? അവൾക്ക് ഇതുപോലെ തന്നെ ജർമ്മൻ പഠിച്ച് പോണമെന്ന്. She also want to go to Germany. Okay. And do they help you here at all? അവരിവിടെ ഒന്ന് സഹായിക്കാറുണ്ടോന്ന്? തയ്ക്കാനൊക്കെ സഹായിക്കാറുണ്ടോ ഇവിടെ കടയില്? മൂത്താളുണ്ടായിരുന്നപ്പം വീട്ടിലിരുന്ന് എനിക്ക് വരച്ചൊക്കെ തരുമായിരുന്നു. വരച്ചൊക്കെ കാണിച്ചു തരും, ഡിസൈൻ ചെയ്തു തരുമായിരുന്നു. പിന്നെ തയ്ക്കുമായിരുന്നു, വീട്ടിലായിരുന്നപ്പോ തയ്ക്കുമായിരുന്നു. അവന് അവൾ അവിടെ ഇല്ലായിരുന്നു, ഇങ്ങനെ പോയി പഠിച്ചോണ്ടിരുന്നതുകൊണ്ട് അവൾ അവിടെ ഇല്ലായിരുന്നു. The elder one who is now studying for nursing, she is a good designer. She designs clothes and she cut clothes for stitching, and she was a good help to her. But now she is now in Mysore studying nursing. Well, thank you so much. You're a good role model for your children. And again, thank you for helping us out. Share your story with donors, and it will make a difference for other families.
വളരെ നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. അതുപോലെ തന്നെ ചേച്ചി മക്കൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു മോഡലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അധ്വാനിക്കുന്നു, ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത്രയും പേരെ പഠിപ്പിക്കുന്നു. വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അത് മാത്രമല്ല ചേച്ചിയുടെ ഷെയറിംഗ് ഒക്കെ മറ്റ് ഡോണേഴ്സിന്, ഈ സഹായിക്കുന്നവർക്കൊക്കെ അത് കാണുമ്പോൾ കൂടുതൽ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു പ്രേരണയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുന്നു. I'm gonna take this off you, okay? Oh no, leave it there. Okay. Oh, you wanna? The camera's off, but